നമസ്കാരം. സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വയ്യാവേലിയിലേക്ക് സ്വാഗതം. ചിരിക്കാനും ചിന്തിക്കാനും അതോടൊപ്പം തന്നെ പ്രേക്ഷകരായ നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രസകരമായ ചോദ്യോത്തര പരിപാടിയുമായി ഞാൻ എത്തുകയാണ് വയ്യാവേലിയിലൂടെ. വെറൈറ്റി റോഡ് ഷോ പ്രോഗ്രാമിംഗ് ചാനൽ 2, നിങ്ങളുടെ സ്വന്തം താമരശ്ശേരിയുടെ പ്രാദേശിക ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൽപ്പറ്റയിലാണ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയില് യെസ് ഭാരതിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യെസ് ഭാരതിൽ ഇന്ന് നല്ല തിരക്കാണ്. കാരണം എന്താ വെച്ചാൽ യെസ് ഭാരതിൽ ആടി സെയിൽസ് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഓണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് ദിവസങ്ങളില്ല. അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ. നമ്മളെ കസ്റ്റമർ എല്ലാവരും, ഈ കോഴിക്കോടുള്ള കസ്റ്റമർ എല്ലാവരും, താമരശ്ശേരിയിലുള്ള കസ്റ്റമർ എല്ലാവരും, ലോകത്തിലെ ഈ കോഴിക്കോട് ജില്ലയിലെ നാനാഭാഗത്തുള്ള എല്ലാ കസ്റ്റമറും യെസ് ഭാരതിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് യെസ് ഭാരതിലേക്ക് ഒന്ന് കയറി നോക്കാം. അവിടുത്തെ തിരക്കൊന്ന് നോക്കാം. എവിടെ എന്തൊക്കെയാണ് മാജിക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാം. വയ്യാവേലിയിലുള്ള ഈ കുസൃതി ചോദ്യങ്ങൾക്ക് ആരൊക്കെ ഉത്തരം നൽകും നോക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ഇതാണ് യെസ് ഭാരതിന്റെ ഉത്ഭാഗം. താമരശ്ശേരിയിൽ നിന്ന് നേരെ യെസ് ഭാരതിൽ, കൽപ്പറ്റയുള്ള യെസ് ഭാരതിൽ എത്തിയിരിക്കുകയാണ്. യെസ് ഭാരതിലെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അതിനു മുമ്പേ നമുക്ക് ഈ യെസ് ഭാരതിന്റെ HR-നെ ഒന്ന് പരിചയപ്പെടാം. രഞ്ജിനി മാഡം ഉണ്ട് നമ്മളോടൊപ്പം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിരിക്കുന്നു. ഭയങ്കര തിരക്കാണല്ലോ അല്ലേ? എന്തോ ഒരു പ്രത്യേക ഈ യെസ് ഭാരത്, ഞാൻ നമ്മുടെ പ്രേക്ഷകരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട്, യെസ് ഭാരതിൽ എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരാൻ കാരണം? നമ്മുടെ താമരശ്ശേരിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൊടുവള്ളി ഭാഗത്തുള്ള, നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള താലൂക്കിലുള്ള ഒരുപാട് പേര് ഈ യെസ് ഭാരതിലേക്ക് വരുന്നുണ്ട്. എന്താണ് ഈ യെസ് ഭാരതിന്റെ മാജിക്? യെസ് ഭാരതിന്റെ മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ തന്നെയാണ്. നമ്മള് ഇപ്പൊ വയനാട്ടിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ പ്രമുഖ ടെക്സ്റ്റൈൽ ബ്രാൻഡിന്റെ കൂടെ കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ യെസ് ഭാരത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് 4 ബ്രാഞ്ചുകളാണ് ഉള്ളത്. അതില് കൽപ്പറ്റ ബ്രാഞ്ചിലും കൂടാതെ മറ്റുള്ള ബ്രാഞ്ചുകളിലെല്ലാം തന്നെ വളരെ നല്ല സെലക്ഷൻസ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കൂടാതെ നല്ല പ്രൈസിൽ, അതായത് കസ്റ്റമേഴ്സിന് സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള വളരെ കുറഞ്ഞ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ നമ്മൾ അവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ആ ഒരു കാരണം തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും നമ്മുടെ ഒരു പ്രത്യേക സീസൺ അല്ലാത്ത സമയത്ത് കൂടിയും എപ്പോഴും നമുക്ക് തിരക്കുണ്ടാവാറുണ്ട്. ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഓഫ് സീസണിൽ നിങ്ങൾ ഒരു പ്രത്യേക തിരക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക് നിങ്ങൾ ചെയ്യാറുണ്ട്? എനിക്ക് തോന്നുന്നത് ചിലപ്പം ഒരു പക്ഷേ മാഡത്തിന്റെ ഒരു ബ്രെയിൻ വർക്കും അതേപോലെ തന്നെ നിങ്ങളെ ഡയറക്ടേഴ്സിന്റെ കോർഡിനേഷൻ എല്ലാം കൂടി ആയിരിക്കാം. ഈ ഒരു തിരക്ക് ഇപ്പൊ ഈ ഒരു സന്ദർഭങ്ങളിൽ വരാൻ എന്തായിരിക്കും ഒരു മാജിക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവും? മാജിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു സർവീസ് തന്നെയാണ് അതിന്റെ ഒരു കാരണം. നമ്മളിപ്പോ നിങ്ങൾക്കറിയാം, പറഞ്ഞ പോലെ തന്നെ ഓഫ് സീസൺ ആണ്. മറ്റ് സ്ഥാപനങ്ങൾ ഇപ്പൊ കേരളത്തിൽ എവിടെ നോക്കിയാലും, വയനാട്ടിലാണെങ്കിലും നമ്മുടെ എല്ലാ ടെക്സ്റ്റൈൽസിലും ഇപ്പൊ വളരെയധികം ഒരു ശോകമായിട്ടുള്ള അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പക്ഷെ നമ്മൾ യെസ് ഭാരതിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള, എപ്പോഴും നമ്മളൊരു സീസൺ പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത് നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് നൽകുന്ന സർവീസ് തന്നെയാണ് നമ്മുടെ ഒരു മാജിക് എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ വേറെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, യെസ് ഭാരതിൽ ഈ ഒരു ഫ്ലോർ എത്ര ഫ്ലോർ ഉണ്ടാവും? നമുക്ക് 4 ഫ്ലോറുകളിലായിട്ടാണ് നമ്മൾ ഐറ്റംസ് എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുരിദാർ മെറ്റീരിയൽ, അതുപോലെ തന്നെ അല്ലാത്ത റണ്ണിങ് മെറ്റീരിയൽസ്, പിന്നെ ഓഫർ ഐറ്റംസ്, നമുക്ക് നോർമലി ഡെയിലി വെയേഴ്സ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സമയത്ത് സാരീസ്, വെഡ്ഡിങ് സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത പ്രീമിയം ആൻഡ് നോർമൽ സാരീസ് ഉണ്ട്. പിന്നെ ഇന്നർവെയർ സെക്ഷൻസ് ഉണ്ട്. പിന്നെ ബൊട്ടീക്ക്, അതായത് കുറച്ചുകൂടി നമ്മൾ പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. വെഡ്ഡിങ്ങിനോടനുബന്ധിച്ച, അതുപോലെ എൻഗേജ്മെന്റ് പോലത്തെയുള്ള സെറിമണീസിനൊക്കെ നമുക്ക് അണിയാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ടി വെയർ ഐറ്റംസ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതലും കിഡ്സ് ഫ്ലോർ തന്നെയാണ് നമ്മൾ പറയുന്നത്. കിഡ്സിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളെ നോർമൽ നൈറ്റി പോലെയുള്ള ഡെയിലി വെയേഴ്സും നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെഡ്ഡിംഗ് സെക്ഷൻ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ വെഡ്ഡിങ്ങിന് മാത്രമല്ല മറ്റുള്ള ഫംഗ്ഷൻസിനും കൂടെ അണിയാൻ പാകത്തിനുള്ള ഐറ്റംസ് ആണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ,
നമുക്ക് ആ ഭാഗത്തേക്ക് പോയാൽ അവിടെ കുറച്ച് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്നും കൂടി കാര്യങ്ങൾ സംസാരിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അവിടെയുള്ള എന്താണ് ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടി ഒന്ന് മാഡം പറഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും. അങ്ങോട്ട് പോരെ. അപ്പോൾ ഞാനും മാഡം കൂടി ഇപ്പുറത്തെ ഈ ഒരു സെക്ഷനിലേക്ക് പോകുക. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്താണ് ഒരുപാട് ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നത്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നേരിട്ട് കണ്ടാൽ മാത്രം മതി, എന്നാലേ അത് മനസ്സിലാവുള്ളൂ എന്നാണ് മാഡം പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് നിറച്ചും തിരക്കാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു തിരക്ക് നമുക്ക് ചോദിക്കാം. എന്തായിരിക്കും ഈ ഒരു നമ്മളിപ്പോ ഒരു ഓഫർ, അതായത് മെഗാ കർക്കിടക കിഴിവ് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് സെയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരുപാട് ഐറ്റംസ്, അതായത് ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമല്ല, നമ്മളുടെ ഷോറൂമിലുള്ള എല്ലാ ഐറ്റംസും വളരെ ഒരു അവർക്ക് സ്വീകാര്യമായിട്ടുള്ള പ്രൈസിൽ നമ്മളിപ്പോൾ ചെറിയൊരു ഓഫർ പോലെ വെച്ചിട്ട്, മൺസൂൺ ഓഫർ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണുള്ളത്. എത്ര ദിവസത്തേക്കുള്ളതാണ്? ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഡേ ബൈ ഡേ നമുക്ക് തിരക്ക് കുറയല്ല, കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്ക് 19-ാം തീയതിയാണ് നമ്മുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 1 വീക്ക് പിന്നിടുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1 വീക്കിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ കൂടുതൽ ആളുകൾ ഇപ്പോഴാണ് കൂടുതൽ അറിഞ്ഞു വരുന്നത്, മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾ പറഞ്ഞു വരുന്ന സമയത്ത് ഞങ്ങൾ ഓഫർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യല്ലേ എന്ന് കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫർ ഇപ്പം എത്ര ദിവസത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജെന്റ്സ് ആൻഡ് കിഡ്സ് പിന്നെ ലേഡീസ് ഐറ്റംസ്. നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ഇപ്പൊ ഓഫർ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി എളുപ്പത്തിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റു ഫ്ലോറുകളിലാവുന്ന സമയത്ത് ഇവർക്ക് ഡിസ്ട്രാക്ഷൻ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഓഫർ ഐറ്റംസ്, എല്ലാ ഐറ്റംസിനും തന്നെ നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. നൈറ്റീസ് ഉണ്ട്, അതുപോലെ സാരി ഉണ്ട്, ജീൻസ് ഉണ്ട്, അതുപോലെ ഇന്നർവെയേഴ്സ് ഉണ്ട്, പിന്നെ കുട്ടികളുടെ ഫ്രോക്ക് ഉണ്ട്, പിന്നെ ഡെയിലി വെയേഴ്സ് ഉണ്ട്, പിന്നെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്. എല്ലാ ഐറ്റംസിനും തന്നെ നമ്മൾ ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ഓരോ കൗണ്ടറുകളിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് മാഡത്തിന്റെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ വെഡിങ് സെക്ഷനിലേക്ക് പോകുന്നു. വെഡിങ് സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു കസ്റ്റമറെ കാണണം, അവരോടൊരു ചോദ്യം ചോദിക്കണം, ഒരു ഉത്തരം പറയണം. ആ ഒരു ഉത്തരം നൽകുകയാണെങ്കിൽ യെസ് ഭാരത് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് മാഡത്തിന് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, ഇതൊന്ന് പറയോ. പേര് സ്വപ്ന. രക്ഷിത. മഞ്ജു. മോളി. യെസ് ബാ. ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? ഞാന് മൈസൂരാ. എല്ലാരും മാഡം? അമ്മ ഇവിടെ. അമ്മയാണ്. യെസ് ഭാരതിൽ അമ്മ പറഞ്ഞിട്ട് വന്നാണോ? അമ്മ പറഞ്ഞിട്ട് ഞാൻ വന്നേ. അമ്മ പറഞ്ഞിട്ട് വന്നാണ്. എങ്ങനെ വന്നിട്ട് എങ്ങനെയുണ്ട്? കളക്ഷൻ നല്ല കളക്ഷൻ. ഓ, ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ഒരു TV ചാനലിലെ പ്രോഗ്രാമാണ് റോഡ് ഷോ. വയ്യാവേലി എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഒരു ചോദ്യം ചോദിക്കുന്നു, കുസൃതി ചോദ്യം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും. യെസ് ഭാരതിന്റെ സമ്മാനമാണ്. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോ. 1 മുതൽ, മലയാളം അറിയില്ലേ ഫ്ലുവൻ്റ് ആയിട്ട്? ഓക്കെ. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ 1 to 100 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര 9 കിട്ടും? 9 എത്ര തവണ കിട്ടും? 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ എത്ര 9 കിട്ടും? 9 എന്നാണ് പറയുന്നത്. ಎಷ್ಟು മോളി ചേച്ചി പറഞ്ഞത് 11 എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ പ്രേക്ഷകര് ഇപ്പൊ തന്നെ കൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ എത്ര 9 ഉണ്ടെന്ന്. മഞ്ജു അമ്മ ഒന്ന് പറഞ്ഞു. 1 to 9 കൗണ്ടിങ് എത്ര 9 വരും? അമ്മ പറഞ്ഞു. വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആര് ഈ ചോദ്യത്തിന് ഉത്തരം നൽകും നോക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. കുഴപ്പമില്ല. എവിടെ താമസിക്കുന്നത്? പുളിയാർമല. ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ? പേരെന്താ പറഞ്ഞേ? നവീൻ. സുഖമായിരിക്കുന്നു? ഇന്ന് സ്കൂളിലൊന്നും പോയില്ലേ? ഇന്ന് അമ്മയുടെ കൂടെ ഇവിടെ വന്ന് പർച്ചേസ് എന്തൊക്കെയോ ഒരു ഓഫർ തന്നിട്ടുണ്ടാവുമല്ലോ. എന്താ പറഞ്ഞാ? പാന്റ് മേടിച്ചു തരാന്ന് പറഞ്ഞോ, ഷർട്ട് മേടിച്ചു തരാന്ന് പറഞ്ഞോ? ഒന്നും വാങ്ങിയില്ല. അമ്മയ്ക്ക് മാത്രമേ മേടിച്ചുള്ളൂ അല്ലേ? ശരി, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. ചോദ്യം കുസൃതി ചോദ്യം. ഉത്തരം ഇത് പറയുകയാണെങ്കിൽ യെസ് ഭാരത് നൽകുന്ന ഒരു സമ്മാനം. ചോദ്യം ഇതാണ്: 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ
1 to 100, 100 വരെ എണ്ണുമ്പോൾ എത്ര 9 ഉണ്ട് എന്നാണ് ചോദ്യം. എത്ര 9 എത്ര തവണ വരുന്നുണ്ട്? 19 അറിയില്ല. ഓക്കെ, ആരായിരിക്കും ചോദ്യം? നമസ്കാരം. ശരി, ആരായിരിക്കും ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് നോക്കുന്നത്? എവിടെ വാ ടീച്ചറെ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് ഋഷാന. ഋഷാന ടീച്ചർ, നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. ഏത് സ്കൂളിലാണ്? ഞാൻ അംഗൻവാടി ടീച്ചറാ. എന്നാലും ടീച്ചർ അല്ലേ? അതെ. ഓക്കെ. ഋഷാന ടീച്ചർ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ് അതെ, സ്ഥിരം കസ്റ്റമർ. ആരൊക്കെ കൊണ്ടുവന്ന? ഇവിടെ കുറെ പേരെ കൊണ്ടുവന്നു. ഞാൻ കുറെ പേര് എന്റെ ടീച്ചേഴ്സിനൊക്കെ കൊണ്ടുവന്നു. കംപ്ലീറ്റ് ടീച്ചർമാർ അന്ന് അംഗനവാടി പൂട്ടിയാണ്. ഇല്ല, നമുക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാ. ശരി, ഏതൊക്കെ ഏറ്റവും അടുത്ത് നമ്മളെ എന്താ പറയാ സന്തോഷങ്ങൾ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ടീച്ചേഴ്സ് ഏതാണ്? ഒന്ന് തോന്നുന്നു. അഞ്ജന. അഞ്ജന ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചറാന്ന് പറഞ്ഞു. അഞ്ജന, എന്തുകൊണ്ടാണ് ഈ ടീച്ചർ എത്ര ഇഷ്ടപ്പെടാൻ? ഞങ്ങൾ എല്ലാ കാര്യം പരസ്പരം ഷെയർ ചെയ്യും. ഞങ്ങള് അങ്ങനെയാണ്. എവിടെ താമസിക്കുന്നത്? ഞാൻ മുട്ടില്. ഞാൻ പരിയാരം. അപ്പോളേ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ യെസ് ഭാരത് നൽകുന്ന ഒരു സമ്മാനം തരും അല്ലേ? അപ്പൊ സമ്മാനം കൊടുക്കണ്ടേ നമുക്ക്? അല്ലേ? സമ്മാനം കൊടുക്കും. ഓക്കെ, ടീച്ചറാണേ, ശ്രദ്ധിക്കണം. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട്? 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 എത്ര തവണ വരുന്നുണ്ട്? 20 ഉറപ്പാണ്. ടീച്ചർ പറഞ്ഞത് എങ്ങനെയാണ് കൗണ്ട് ചെയ്തത്? അത് 9, 19, 29, 39, 49, 59, 69, 79, 89, പിന്നെ 91, 92, 93 9 വരുന്നുണ്ടല്ലോ. അങ്ങനെ ടോട്ടല് 20. അടിപൊളി, നല്ല സമ്മാനം. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ടീച്ചർ പറഞ്ഞിരിക്കുകയാണ് 29. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ 9 കഴിഞ്ഞ് 99 കഴിഞ്ഞാൽ അല്ലെ 90 കഴിഞ്ഞാൽ 91, 92 ഇതിലൊക്കെ 9 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 89, 90 കഴിഞ്ഞാൽ വീണ്ടും 99ലേക്കാണ് പോകുന്നത്. അവിടെ 9 നമ്മൾ മറന്നു പോകുന്നു. 29 യെസ് ഭാരത് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം. ജോസാറെ റെഡി? സമ്മാനമായിട്ട് ജോസാർ ഓടി വരുന്നു. ഒരു നല്ല കൈയടി ടീച്ചർക്ക്. വെരി ഗുഡ്, അടിപൊളി, സന്തോഷമായ. ഇനി സമ്മാനം വാങ്ങുവാനാണ് ജോസാർ. താങ്ക് യു. അപ്പൊ ഇനി ഈ ചോദ്യത്തിന് ആരും ഉത്തരം നൽകും നോക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു വാ. ചോദ്യത്തിൽ വട്ടം കറക്കണ വേലി, ഇത് വയ്യാവേലി. വലശനെ കറക്കണ തലമണ്ട പെരുക്കണ, കുസൃതി ചോദ്യത്തിൽ വട്ടം കറക്കണ വേലി, ഇത് വയ്യാവേലി. യെസ് ഭാരതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് സത്യത്തില്. കാരണം ഇപ്പൊ ഒരു സമ്മാനം ഒരു ടീച്ചറെ കൊണ്ടുപോയി. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നു. തിരിച്ചു വീണ്ടും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ വരണം. വല്ലാത്തൊരു വേലി, ഇത് വയ്യാവേലി. ഒരു ചെറുവഴിയിലോ രണ്ടാകൂടം, ഒരു ചെറുവഴിയിലോ രണ്ടാകൂടം. ഇനി നമ്മള് യെസ് ഭാരതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇത് ബ്രൈഡലിന്റെ സെക്ഷനാണ്. ഫംഗ്ഷനുകൾ എന്തുമായിക്കോട്ടെ, യെസ് ഭാരതിലെ എല്ലാ കാര്യത്തിനും എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഡ്രസ്സുകൾ, പിന്നെ ജെൻസിനായാലും ലേഡീസിനായാലും കിഡ്സിനായാലും എല്ലാം അവൈലബിൾ. നേരത്തെ HR പറഞ്ഞ പോലെ ഇനി HR നമ്മളോടൊപ്പം കുറച്ചും നേരം കൂടി ജോയിൻ ചെയ്യും. നമുക്ക് ഏറ്റവും ലോ പ്രൈസ് മുതൽ ഏറ്റവും ഹൈ പ്രൈസ് വരെയുള്ള ഏതൊരു സാധാരണക്കാരനും പിന്നെ മനസ്സിനിണങ്ങിയ, ഹൃദയത്തിനിണങ്ങിയ, മനസ്സിന് സന്തോഷം വരുന്ന ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റെഡിമെയ്ഡ് ചുരിദാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ കോട്ടൺ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ളത്. കോട്ടൺ ചുരിദാർ. പ്രൈസ് എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്? ഡിഫറെന്റ് പ്രൈസുകളായി 490ലാണ് തുടക്കം. 498ലാണ് തുടക്കം. അപ്പം നമുക്ക് നമ്മുടെ വിഷ്വലിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അത്രയും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവിടെ. മാത്രമല്ല അവര് ഈ നമുക്ക് ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ വരുമ്പം എങ്ങനെയാണ് അവരെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ പ്ലാൻ ചെയ്യുക, അതായത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഇവരെ പോലുള്ള സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി നമ്മളോടൊപ്പം ഫ്ലോർ മാനേജർ ചേരുന്നുണ്ട്. ഗ്ലൗ ഒക്കെ ഇട്ട് മാസ്ക് ഒക്കെ മാറ്റി മനുഷ്യ ഒന്ന് കാണട്ടെ നമ്മുടെ പ്രേക്ഷകർ. 1984 ജനനാണോ? അതെ അതെ അതെ. ഒരു ഞാൻ എങ്ങനെ മനസ്സിലാക്കിയതായിരിക്കും. പേര് പറയും. അനീഷ്.
സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കും. ഞാൻ കുറച്ച് നേരം HR-നെയും കൂട്ടി ഇങ്ങനെ നടന്നപ്പോൾ നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ചായ കുടിക്കാൻ വേണ്ടി പോയതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും തിരക്കിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇച്ചിരി ബിസി, ഗോഡൌണിൽ വർക്ക് ഉണ്ട്, അതാർക്കുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലോറ് തിരക്കുള്ള ഫ്ലോർ ആണെന്നുള്ള അറിയാം, പക്ഷെ ഓഫ് സീസൺ സമയത്തും ഇവിടെ തിരക്കുണ്ടെന്നുള്ളത് അറിയാം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫ്ലോറിൽ ഒരു കസ്റ്റമർ വരുമ്പം എങ്ങനെയാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്ത് മാജിക് എന്താണെന്ന് പറയാം? അത് ഡിപ്പെൻസ് ഓൺ സർക്കംസ്റ്റാൻസസ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ കിട്ടുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് കസ്റ്റമർ ആയിരിക്കും. അവർക്കായിരിക്കും എന്താ പറയാ ഭയങ്കരമായിട്ട് ആകാംക്ഷ, ഇത് എടുത്താൽ നന്നാവോ, അതെടുത്താൽ നന്നാവോ. അപ്പൊ അതിന് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത് ഇവരെ പോലുള്ള സ്റ്റാഫിനെ ആയിരിക്കും അല്ലേ? വെൽ ട്രെയിൻഡ് ഉള്ള സ്റ്റാഫിനായിരിക്കും നമ്മൾ ആദ്യമേ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർക്ക് ബ്രൈഡ് ആണെങ്കിൽ അവർക്ക് ഡ്രസ്സ് അവര് ചെയ്യിപ്പിച്ചു കൊടുക്കും, നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്ത് കൊടുക്കും. സാറ്റിസ്ഫൈഡ് ആണല്ലോ ഏറ്റവും മെയിൻലി. നമുക്ക് ലേഡീസ് ആകുമ്പോഴത്തേക്കിനും അവരുടേതായ ഒരു മൈൻഡ് വേറെ ആണല്ലോ. സോ ആ ഒരു ബേസ് നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ ആ കണ്ടംപററി അവർക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങളാണ് അവർക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കാണിച്ചാൽ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കളർ പറയുമായിരിക്കും, കളർ ബേസ് ആ വരുന്നത് ഇപ്പം കൂടുതലും. ചില ഡൾ ആയിട്ടുള്ളൊരു സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് പറയാ, അവർക്ക് ഏത് കളറായിരിക്കും യോജിക്കുക എന്നുള്ളത്? അവർക്ക് ഡൾ ആളുന്ന ആൾക്കാർക്ക് ഓൾവേസ് ബ്രൈറ്റ് കളേഴ്സ് തന്നെ എപ്പോഴും മാച്ച് ചെയ്യുന്നത്. വെഡിങ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ആ വെഡിങ് കൊടുക്കുന്ന ആള് എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിട്ട് നിൽക്കണമല്ലോ. സോ ആ ബേസ് നമ്മൾ അങ്ങനെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകർ, കാരണം എന്താ വെച്ചാൽ ഒരു ബ്രൈഡ് സെക്ഷനിൽ, അതായത് ഒരു വെഡ്ഡിങ് സെക്ഷനിൽ സാധാരണ രീതിയിൽ ലേഡി സ്റ്റാഫുകളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആൾക്കാർ. പക്ഷേ നമ്മുടെ ഈ ഒരു ഫ്ലോർ മാനേജർ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ, പുള്ളിക്കാരനെ സ്കിൻ ടോണുകളെ കുറിച്ച് അറിയാം. ആ സ്കിൻ ടോണുകൾ അറിയാനുള്ള കാരണം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് മാത്രമല്ല, അവർക്ക് എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ഒരു കസ്റ്റമർ വില്ലിങ് ആവുന്നത് അല്ലേ? എനിവേ സാർ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒന്ന് നിരക്കട്ടെ. യെസ് ഭാരതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത് സിൽക്ക് സാരി സെക്ഷൻസ് ആണ്. നേരത്തെ നമ്മൾ കണ്ടു വെഡ്ഡിങ്ങിന്റെ ബ്രൈഡൽ വെഡ്ഡിങ് സെക്ഷൻസ് കണ്ടു. നമ്മൾ ഇവിടുത്തെ ഫ്ലോർ മാനേജർ പരിചയപ്പെട്ടു. ഇനി നമുക്ക് കസ്റ്റമർ അടുത്തേക്ക് പോകണം. നമുക്ക് അവർക്ക് ചോദ്യങ്ങൾ കൊടുക്കണം, ഉത്തരങ്ങൾ അവർ പറയുകയാണെങ്കിൽ നമുക്ക് സമ്മാനം കൊടുക്കണം. ഓക്കെ ആന്റി, പേര്? മിനി. ജോലി ഉണ്ടോ? ടീച്ചറായിരുന്നു. വർക്ക് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ട് ടീച്ചറായിട്ട് നിർത്തി കളഞ്ഞു? ഗൾഫിലായിരുന്നു, പിന്നെ നാട്ടിൽ വന്ന് മോളല്ലേ? ഒന്ന് പരിചയപ്പെടുത്തേ, പേരൊന്ന് പറയോ? ആൻമരിയ കലിപ്പിലാണ്. അതാണ് ആൻമരിയ ഭയങ്കര കലിപ്പിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അതിനാണ് ഈ പാവം ടീച്ചർ ഇങ്ങനെ കഷ്ടപ്പെട്ടത്. ടീച്ചർ ആയതുകൊണ്ട്. ശരി, എന്താന്നിപ്പം പർച്ചേസ് ചെയ്ത്? ഞങ്ങളൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള? അല്ല, എനിക്ക് വേണ്ടി. ഒരു ഫംഗ്ഷന് വേണ്ടി, ബർത്ത്ഡേ അല്ല. ഇവിടെയുള്ള സെലക്ഷൻ ഇഷ്ടമാണ്. അത് അമ്മ പറഞ്ഞിട്ട് വന്നാണോ? അത് അല്ലല്ല, ഞങ്ങള് സാധാരണ. ആണോ? എന്തോ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കാണല്ലേ? ശരി, പഠിക്കുന്നുണ്ടോ അപ്പൊ? പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞോ? നിർത്തിയ ടീച്ചറെ പഠിത്തം നിർത്തിയോ? ഇല്ല, ഇനിയും പഠിക്കാൻ പോവാ. ഒരു ഗ്യാപ്പ് കിട്ടണല്ലേ? ഇനി എന്തൊക്കെയാ കോഴ്സ് ചെയ്യാനുള്ള പരിപാടി? എനിക്ക് PG ചെയ്യണം. ഇനി ഒരു ചോദ്യം, തലയില്ലാത്തൊരു ജീവിയുടെ പേര് പറയും. തലയില്ലാത്തൊരു ജീവിയുടെ പേര്? തലയില്ല, ഈ ജീവിക്ക് തലയില്ല, അതിന്റെ ഒരു പേര്. കുസൃതി ചോദ്യമാണെങ്കിലും ഇതൊരു ചോദ്യമാണ്, അതിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം രണ്ടും, അതായത് കുസൃതി ചോദ്യത്തിനും പറ്റും, ശരിയായ ചോദ്യത്തിനും പറ്റും. ഒരു ചെറിയ ജീവിയായിട്ട് വരും, എന്നാലും അതൊരു വലിയ ജീവിയാണ്. തലയില്ല. ടീച്ചറെ, തലയില്ലാത്തൊരു ജീവിയുടെ പേര് പറഞ്ഞു കൊടുക്കുന്നത്. ജീവിയോ? അങ്ങനെ ഒരു ജീവിയുണ്ട്. കുടുങ്ങിയോ ടീച്ചർ? കുടുങ്ങിയോ? അപ്പൊ സ്കൂട്ട് ചെയ്തു. പാസ്. അപ്പൊ ടീച്ചറെ, ഞങ്ങൾ എവിടെയാ ഈ തലയില്ലാത്ത ജീവിനെ കിട്ടുന്നത്? ചോദിച്ചു. കുസൃതി ചോദ്യത്തിൽ വട്ടം കറക്കണ വേലി, ഇത് വയ്യാവേലി. വല്ലാത്തൊരു വേലി, ഇത് വയ്യാവേലി. അങ്ങനെ നമ്മള് യെസ് ഭാരതിന്റെ കിഡ്സ് സെക്ഷനിലാണ് ഇത്. എനിവേ, കിഡ്സിന്റെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നമ്മളെ വിഷ്വലിൽ കാണുന്നുണ്ടാവും എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത, എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെന്നും ഡിസൈൻ ചെയ്യുന്നത്. കുസൃതി ചോദ്യത്തിൽ വട്ടം കറക്കണ വേലി, ഇത് വയ്യാവേലി.
അപർണ. അമ്മയുടെ പേരെന്താ? പ്രേമലത. ദിവ്യ. ദിവ്യ. ഇത് ചേച്ചിയാണോ? അതാണ് പാര വെച്ചതേ, വേഗം പറഞ്ഞോന്ന് പറഞ്ഞത്. ശരി, എന്നാ ജോലി ചെയ്യുന്നു? ഇല്ല. 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 ഇന്ന് ആർക്ക് വേണ്ടിട്ട് പർച്ചേസ്? എനിക്ക്. ഇയാൾക്ക് ഏത് കളറാ കൂടുതൽ ഇഷ്ടം? ഇവിടെ വന്നപ്പം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു, കണ്ടോ? തുടങ്ങിയിട്ടുള്ളൂ. എവിടെ എപ്പോഴും വരും അല്ലേ? ഇവിടെ പോകുമ്പോ അമ്മ വരും കൂടെ. അമ്മേനെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇവർക്ക്. ആണോ? നല്ല കുട്ടികളാണ്. രണ്ടുപേരും മാരേജ് ആണോ? കഴിഞ്ഞോ അല്ലേ? എവിടെയാ കല്യാണം കഴിച്ചു പോയത്? പച്ചിലക്കാട്. 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 പച്ചിലക്കാട് ഇവിടെ മരുമക്കളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ്. ശരി, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. തലയില്ലാത്ത ഒരു ജീവി ഏതാണ്? തലയില്ല, ഇതിന് തലയേ ഇല്ല, പക്ഷെ ജീവിയാണ്. കുസൃതി ചോദ്യമാണെങ്കിലും അതൊരു യഥാർത്ഥ ചോദ്യമാണ്. ജീവിയാണ്, പക്ഷെ തലയില്ല. ആ തലയില്ലാത്ത ജീവിയുടെ പേര് പറയും. അമ്മയ്ക്ക് മിക്കവാറും അറിയാം. മരുമക്കൾ ഒരാൾ സ്കൂട്ടി അറിയില്ല. ഏതായാലും തലയില്ലാത്തൊരു ജീവി ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ ഇവരെല്ലാരും ചിന്തിക്കുന്നുണ്ടാവും, ജീവിയല്ലേ, അതിന് ജീവനല്ലേ, പക്ഷെ എന്തുകൊണ്ട് തലയില്ലാത്ത? തലയില്ലാത്ത ജീവികൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള അറിയാൻ പാടില്ല, പക്ഷെ എന്നാലും അറിയുന്ന ആൾക്കാരുണ്ടോ? നമുക്ക് ചോദിക്കാം അല്ലെ? ഇങ്ങനെ ചോദിച്ചു പോവാം. ചോദ്യത്തിൽ വട്ടം കറക്കണ വേലി, ഇത് വയ്യാവേലി. കറക്കണം തലമണ്ട പെരുക്കണം. ചോദ്യത്തിൽ വട്ടം കറക്കണ വേലി, ഇത് വയ്യാവേലി. അമ്മ. അമ്മ സാലി. സാലി. അമ്മയുടെ പേര് സാലി? അമ്മേന്റെ പേര് സാലി, എന്റെ പേര് ശാന്തി. ശാന്തി. മലയാളിയല്ലേ? അതെ. എവിടെയാ താമസിക്കുന്നത്? പുൽപ്പള്ളി. പുൽപ്പള്ളി. അമ്മ മാനന്തവാടി. അമ്മ മാനന്തവാടി. അമ്മേനെ ഒന്ന് കാണട്ടെ നമ്മൾ പ്രേക്ഷകർ. ഒന്നും ടിവിയിൽ വരില്ല. പിന്നെ എത്ര നേരം വന്നു? കുറെ നേരമായി വന്നിട്ട്? ഒരു മണിക്കൂർ. ഒരു മണിക്കൂറായി. പർച്ചേസ് ചെയ്തോ? ചെയ്തോണ്ടിരിക്കുന്നു. ഈ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ ഇതാണ് ഇത് അനിയത്തിന്റെ കൊച്ച്. അത് അനിയത്തി. അത് അനിയത്തി. അനിയത്തി ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്ന ഒരു പ്രകൃതമാണോ? അല്ല. അല്ല, ഭയങ്കര കുറുമ്പിയാന്നുള്ള കണ്ടറിയാം. ബ്യൂട്ടീഷ്യനാ? ശരി, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം. ചോദ്യം ഇതാണ്, തലയില്ലാത്ത ഒരു ജീവിയുടെ പേര് പറഞ്ഞാൽ യെസ് ഭാരത് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം തരും. തലയില്ല, ഈ ജീവിക്ക് തലയില്ല, ജീവിയാണ് പക്ഷെ തലയില്ല. ആ ജീവിയുടെ പേര് പറയും. ആമയ്ക്ക് തലയില്ലേ? ഉണ്ട്. ബ്യൂട്ടീഷ്യൻ അറിയോ? തലയില്ല. സമ്മാനം എന്താന്ന് യെസ് ഭാരത് സസ്പെൻസ് ആക്കി വെച്ചേക്കുക. അട്ടയല്ല, അട്ടയ്ക്ക് തലയാണ്. പല്ലില്ലാത്ത അട്ടയ്ക്ക് വലിയതാണ്. ഏതായാലും അമ്മ പരിചയപ്പെട്ടില്ലേ? സന്തോഷം. ബ്യൂട്ടീഷ് പറയട്ടെ, ചോദിക്കാം. പറഞ്ഞോ. അറിയത്തില്ല. അറിയില്ല. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? നന്നായിട്ട് പോകും. എവിടെ? നാട്ടിൽ തന്നെ? കൽപ്പറ്റ. കൽപ്പറ്റ. ഓക്കെ. ഇന്നിപ്പോ ഓഫാണോ? ഇന്ന് ഓഫ്. അതോ സ്റ്റാഫ്? സ്റ്റാഫ് ഉണ്ട്, ഇന്ന് ഓഫാണ്. അപ്പൊ ഇന്ന് ചേച്ചിയുടെ കൂടെ അങ്ങോട്ട് പോകുന്നു. നല്ല കളക്ഷൻസ് അല്ലേ? ഉണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അങ്ങനെ തലയില്ലാത്തൊരു ജീവിയുടെ പേര് നമുക്ക് ആരായി ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. ഒരു പരിചയപ്പെടാം. പേര് പറയൂ. എബിൻ. എബിൻ. എബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുഞ്ഞാവരുടെ പേരിട്ടോ? ചേച്ചിയുടെ പേര്? രശ്മി. രശ്മി. എന്താ ചെയ്യുന്ന ജോലി? ഞാൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം. ഇവിടെ ചെന്നൈയിൽ. ഫാർമസിസ്റ്റ്. ചോദ്യം ഇതാണ്, തലയില്ലാത്ത ഒരു ജീവിയുടെ പേര് പറഞ്ഞു. യെസ് ഭാരത് നൽകുന്ന നല്ലൊരു സമ്മാനം. ഫാർമസിസ്റ്റേ, കുഴക്കിയ ചോദ്യം. നോക്കാം. ജീവിയാണ് പക്ഷെ തലയില്ല. അല്ല, ഹലോ, ആണോ? ഓക്കെ, അറിയില്ല. ശരി, ആരായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക നോക്കാം. ഓക്കെ, റൈറ്റ്. ഇവിടെ ഇരിക്കട്ടെ, ചുമ്മാ ഒരു ദിവസം. ഹലോ, എന്താണ്? ഒന്ന് പേര് പറഞ്ഞു. അയ്യോ ചേട്ടാ, മാവയുടെ പേരെന്താ? ഇവാന. ഇവാന. മോന്റെ പേരെന്താ? റോമൽ. റോമൽ. എത്ര ക്ലാസ് പഠിക്കുന്നു? 5-ല്. ചേട്ടനോ? 7-ല്. അല്ല 8-ല്. എങ്ങനെയുണ്ട്? ഇന്ന് സ്കൂളിൽ പോയില്ല അല്ലേ? എന്തുകൊണ്ടാ സ്കൂളിൽ പോകുന്നത്? വേഗം പറഞ്ഞു. ഞാൻ ടീച്ചറോട് പറഞ്ഞു സ്കൂളിൽ പോയില്ല എന്നുള്ള കാര്യം. ഞാൻ ടീച്ചറോട് പറഞ്ഞു. അമ്മേൻ്റെ കൂടെ വന്നാണ്. ആരെ കൂടെ ഉള്ളത്? ആന്റി വന്നിട്ടുണ്ടോ? ആരാ വന്ന കൂടെ? അമ്മ ഉണ്ട്.
അമ്മ എവിടെ പോയി? അമ്മ അവിടെ അമ്മ അവിടെ ഉണ്ട്. ചേട്ടൻ അവിടെ പോയി? ചേട്ടൻ ഇതല്ല ചേട്ടൻ. ഓക്കെ. ഇദ്ദേഹം സെയിം സ്കൂളാണ്. അല്ല ഞാൻ പുൽപ്പള്ളിയില. ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം തരും. ചോദ്യം ഇതാണ്, തലയില്ലാത്ത ഒരു ജീവിയുടെ പേര് പറയോ? തലയില്ല ഈ ജീവി, തലയില്ലാത്തൊരു ജീവി. ആ, തലയില്ല ഈ ജീവിക്ക്, തലയില്ല. പക്ഷെ ആ ജീവിയുടെ ഒരു പേര് പറയും. അത് ജീവി. അങ്ങനെ ഒരു ജീവി ഉണ്ട്. ജീവില്ല. ജീവിയുണ്ട്, അറിയില്ല അല്ലേ? നാളെ സ്കൂളിൽ പോയിട്ട് ബാബ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ടീച്ചറെ ഒരു അങ്കിൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, തലയില്ലാത്തൊരു ജീവിയുടെ പേര് പറയൂ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരം ടീച്ചർ പറഞ്ഞു തന്നാൽ ടീച്ചർക്ക് ഒരു സമ്മാനം തരുന്നു പറയില്ലേ? ഓക്കെ. എന്റെ പേര് മുഹമ്മദ് അഷ്റഫ്. എവിടെയാ താമസിക്കുന്നത്? ശരി, ഞാൻ കമ്പളക്കാട്. കമ്പളക്കാട്. എല്ലാ ദിവസം പോയി വരും? യെസ്. രാവിലെ എത്ര മണിക്ക് ഇവിടെ എത്തണം? നമ്മളൊരു 9:20. രാത്രി നൈറ്റ് ഒരു 11 മണിക്കോ? ഏയ് 9 മണിക്ക് ഇവരെല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തതിനെ കൂടി ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നു. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യമൊക്കെ കുട്ടികളോടൊക്കെ ചോദിച്ചു. തലയില്ലാത്തൊരു ജീവിയുടെ പേര് പറയാൻ പറഞ്ഞു. ഇനി ഫ്ലോർ മാനേജർ പറയുകയാണെങ്കിൽ അല്ലേ, പെട്ടെന്ന് ചോദിക്കുന്ന ഒരു കൺഫ്യൂഷനാണ്. ഏതായാലും നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ ഏതാ സെക്ഷൻ? ജെൻസ് സെക്ഷൻ. ജെൻസ്. എച്ചാറെ പോവാ, ഞങ്ങൾ കൊണ്ടോട്ടെ. ഓക്കെ, റൈറ്റ്, കമാ. ഇത് യെസ് ഭാരതിന്റെ 3rd ഫ്ലോറാണ്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്ലോർ. ഇത് ജെൻസിന്റെ സെക്ഷനാണ്. ജെൻസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ട മനസ്സിലാവില്ലേ? ഇനി മറ്റൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കോഴിക്കോടേക്ക് ഓടുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ മനസ്സിൽ എത്തേണ്ട ഒരേ ഒരു വാക്ക് യെസ് ഭാരത് എന്ന് പറയുന്ന കൽപ്പറ്റയിലുള്ള ഷോറൂമാണ്. കാരണം ഏറ്റവും അടുത്ത് താമരശ്ശേരിയോട് അടുത്ത്, കോടഞ്ചേരിയോട് അടുത്ത്, നമ്മളെ താലൂക്കിനോടടുത്ത്, താമരശ്ശേരി താലൂക്കിനോടടുത്ത് ഏറ്റവും കൂടുതൽ സൗമ്യമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അത് മാത്രമല്ല, നമ്മൾ ഒരു വൈബിന് വേണ്ടിയിട്ട് നമ്മൾ താമരശ്ശേരി ചുരം കയറി നമ്മൾ കൽപ്പറ്റ എത്തുന്നു, യെസ് ഭാരതിൽ വരുന്നു. വളരെ സിമ്പിൾ ആൻഡ് കോസ്റ്റ് വളരെ കുറഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് യഥേഷ്ടം പർച്ചേസ് ചെയ്യാം. നമുക്ക് ആരാണ് ഇവിടെ ഉള്ളത് നോക്കട്ടെ. വലിയ പ്രൈസൊന്നുമില്ല, ചെറിയൊരു പ്രൈസുള്ളൂ. ഒന്ന് പേര് പറയോ? സമ്മാനം തരാം. ഇവിടുന്ന് പർച്ചേസ് ചെയ്ത സമ്മാനം കിട്ടും. അതെ, പേര് പറഞ്ഞാൽ മതി. പേര് പറഞ്ഞു. ഫിദ. ഫിദ. പഠിക്കുകയാണോ ജോലിയാണോ? പഠിക്കുക. എന്താ പഠിക്കുന്നത്? PG. ഈ ഷർട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? മകന് വേണ്ടി. മകന് വേണ്ടിയിട്ട്. അയാൾക്ക് ഇഷ്ടപ്പെട്ട കളറാണോ വൈറ്റ് ആൻഡ് ചെക്ക്? എല്ലാ കളറും ഇഷ്ടമാണ്. എല്ലാ കളറും. അപ്പൊ ഇത്തരത്തിനും കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. തലയില്ലാത്ത ഒരു ജീവി ഏതാണ്? തലയില്ല, ഈ ജീവിക്ക് തലയില്ല. ആ ജീവിയുടെ പേര് പറയണമെങ്കിൽ സമ്മാനം തരും. ഇത് തലയില്ലാത്ത ജീവി. ഇതിന് തലയില്ല, പക്ഷെ ജീവിയാണ്. അതിനൊരു പേരുണ്ട്. അറിയില്ല. ഇനി നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നു. അവിടെ ക്രൗഡാണ്. ഈ ചോദ്യത്തിന് വീണ്ടും ആര് ഉത്തരം നൽകും നോക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ചോദ്യത്തിൽ വട്ടം കറക്കണവേ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഈ സമയത്ത് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം വൈകുന്നേരങ്ങളിലാണ് അറിയാം. വൈകുന്നേരം ആവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫ്ലോറിൽ എത്ര പേരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? ഈ ഫ്ലോറിൽ ഈ ഒരു ഫ്ലോറിൽ എത്ര പേരുണ്ട്? 45 പേരുണ്ട്. അതില് വൈകുന്നേരങ്ങളാണ് ഓഫർ ആയതുകൊണ്ട് കുറച്ച് പേര് താഴെ പോയിട്ടുണ്ട്. ജെൻസിന്റെ ഒക്കെ കുറച്ച് താഴെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെയാണ് ഓഫർ ഇട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു 10-11 പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സെക്ഷനിൽ കോട്ടിന്റെ ഒരു സെക്ഷൻ കൂടി പരിചയപ്പെടുന്നു. അത് അതിന്റെ ഫ്ലോറ് വേറെ സാറാണ്. വെഡിങ് സെക്ഷൻ അവിടെ ആരാ? അവിടെ സാർ തന്നെയാണോ ചാർജ്? അങ്ങോട്ട് പോയാലോ? നമുക്ക് പിന്നെ ജെൻസിന്റെ ഇത് വെഡിങ് സെക്ഷനാണ്. നമുക്ക് അവിടെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ചോദ്യത്തിൽ വട്ടം കറക്കണവേലി. ഇത് വയ്യാവേലി. കല്യാണ പരിപാടികൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ഉപയോഗിക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആൾക്കാരും ഇസ്ലാം സമുദായത്തിലുള്ള ആൾക്കാരും റിസപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ കോട്ടുകളാണ്, കോട്ട് ആൻഡ് സൂട്ട്സ്. അപ്പോൾ എങ്ങനെയാണ് ഇവര് കോസ്റ്റ് വരുന്നത്? എങ്ങനെയാണ്? അതായത് സാധാരണ ഒരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ. സാധാരണ സ്റ്റാർട്ടിങ് വരുന്നത് 1800 മുതൽ. 1800 കോട്ടിന്
സ്റ്റാർട്ടിങ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, 1800 രൂപയുടെ കോട്ടാണിത്. അത് മുതലാണ് അങ്ങോട്ടേക്ക് 20,000 വരെ ഉള്ള ഐറ്റംസ് ഉണ്ട്. ഈ കോട്ടിന് മാത്രമാണോ 1800? അത് പാന്റ് വിത്ത് പാന്റ്. ഇത്രയും കോസ്റ്റ് കുറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ഒരു സ്ഥലത്ത് അവൈലബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ തോന്നലുകളാണോ ഇനി നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ 1800 രൂപ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ കിട്ടുന്ന കോട്ടൺ സൂട്ടാണ്. പിന്നെ ഇനി അതിൽ കൂടുതൽ ഏറ്റവും ടോപ്പ് ലെവലിൽ പോകുന്ന പേയ്മെന്റ് ഒരു 20,000 വരുന്നുണ്ട്. ബ്രാൻഡഡ് ഒക്കെ 10,000 മേലേക്കാണ്. ബ്രാൻഡഡ് പ്രീമിയം ബ്രാൻഡ് LP, അൽസൊല്ലി, വാനുസൻ, ബ്ലാക്ക്ബെറീസ് അതൊക്കെ 10,000. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഒരു സ്ഥലമായിരിക്കും. വെഡിങ്ങിന് കോട്ടാണ് കൂടുതൽ. കോട്ട് പിന്നെ ഇൻഡോ വെസ്റ്റേൺ ഉണ്ട്. അതെന്താ മനസ്സിലായില്ല. ഇതിനെന്താ പറയുന്നത്? ഇൻഡോ വെസ്റ്റേൺ. ഇൻഡോ വെസ്റ്റേൺ കേട്ടോ. ഇത് ഇൻഡോ വെസ്റ്റേൺ കോട്ട്സ് ആണ്. ഇതിൽ പല കളേഴ്സ് ഉണ്ട്. ഉണ്ടല്ലേ? ഇതിന്റെ കോസ്റ്റ് എത്ര വരും? ഇത് ഒരു 4,500 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇൻഡോ വെസ്റ്റേൺ കോട്ട് കേട്ടോ. ഇതൊരു 4,500 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ അകത്തുള്ള ഒരു ജുബ പോലുള്ള ഒരു അല്ലെ കോട്ടും ഈ പാന്റ് ഇൻക്ലൂഡിംഗ് പാന്റ് അല്ലേ? ഇൻക്ലൂഡിംഗ് പാന്റ്. ഇതിന്റെ പല വെറൈറ്റികൾ നമ്മൾ ആ ഭാഗത്ത് കാണുന്നില്ല. അതിന്റെ പല വെറൈറ്റികളാണ്. നമുക്കൊന്ന് പാൻ ചെയ്ത് നോക്കൂ. ഒന്ന് പാനിങ് കൊടുത്ത്. ഇൻഡോ വെസ്റ്റേൺ കോട്ടുകളാണ് പല ഡിസൈനുകളോടുകൂടി. അതെ അതെ, ഏറ്റവും കൂടുതൽ റിസപ്ഷൻ മുസ്ലിം പാർട്ടി കൂടുതൽ കൊണ്ടുവന്നതാണ്. പീസ് വരുന്നുണ്ട് ഒരു 3000. ഈ 3 പീസിന്റെ സംഭവം എനിക്ക് മനസ്സിലായി. പീസ് പറഞ്ഞ ആ ഉള്ളിലുള്ള കോട്ട് അടക്കം അല്ലേ? ഓ ശരി ശരി ശരി. 3 പീസ്. ഇതിന്റെ വില 3,800. ഇതെങ്ങനെ കോട്ടും പിന്നെ പാന്റും ഇതാ ഈ ഒരു കോട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു കോട്ട് വരുന്നുണ്ട് ഷർട്ടിന്റെ ഉള്ളില്. ഇത് 3 പീസ് സെറ്റ് ആണ്. 3,900 രൂപ, അതായത് 4,000 രൂപ മുതൽ അങ്ങോട്ടേക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനും കൂടി നമ്മൾ പരിചയപ്പെട്ടു. ഇനി വീണ്ടും നമ്മൾ താഴത്തേക്ക് പോകുന്നു. അവിടുന്ന് ആരൊക്കെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകും നോക്കാം. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ്. പേരെന്ന് പറഞ്ഞു? ഹാനിയ. എന്താ പഠിക്കണം? പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാ? ആരെ കൂടെ ചേച്ചിമാരുണ്ടോ? ഉമ്മ അവിടെ എവിടെ ഉണ്ടല്ലേ? ശരി, ഞാനൊരു ചോദ്യം ചോദിക്കും, ഉത്തരം പറയുകയാണെങ്കിൽ യെസ് ഭാരത് നൽകുന്ന സമ്മാനം തരാം. ചോദ്യം ഇതാണ്, പിന്നെ തലയില്ലാത്തൊരു ജീവിയുടെ പേര്. എത്രാം ക്ലാസ്സിൽ പഠിക്കണം? 8ല്. അപ്പൊ തലയില്ലാത്ത ജീവി എന്തായാലും തൊട്ടിട്ടുള്ള ചേച്ചി തലയില്ലാത്തൊരു ജീവിയുടെ പേരെന്താ? മണ്ണിര. മെഹറിൻ. ഞാൻ വിചാരിച്ചു പേരെന്താന്ന് വെച്ചപ്പോ മണ്ണിരയാണോ, ഇനി കുടുങ്ങി മണ്ണിരയാണോ എന്ന് പറഞ്ഞിട്ട്. സെലീന. ഉമ്മ അല്ലേ? അപ്പൊ പഠിക്കുന്നുണ്ട്? ഞാൻ BBA വിത്ത് ഏവിയേഷൻ പഠിക്കാം കോഴിക്കോട്. എങ്ങനെയുണ്ട്? ക്ലാസ്സൊക്കെ നന്നായി പോകുന്നുണ്ട്? കാര്യമായിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് വരിക. കോഴിക്കോടാണോ? ഞാൻ കോഴിക്കോടാണ് പഠിക്കുന്നത്. തലയില്ലാത്തൊരു ജീവിയുടെ പേര്? മണ്ണിര. മണ്ണിര ആണോ? ആണ്. മണ്ണിരയല്ല. ആണോ? അല്ല. ഞാൻ ഇവിടെ ഉണ്ടാവും. ആരാ ചോദ്യത്തിന് ഉത്തരം നൽകി നോക്കാം. യെസ് ഭാരതിൽ വന്നിട്ട് കുറെ നേരമായോ? പർച്ചേസ് ചെയ്തോ? പേരൊന്നും പറയും. എവിടെ? ഇവിടെ കൽപ്പറ്റ തന്നെയാണ്. ഒരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം. ചോദ്യം ഇതാണ്, തലയില്ലാത്ത ഒരു ജീവിയുടെ പേര് പറയാം. തലയില്ലാത്ത ജീവി അറിയോ? തലയില്ല. ഈ ജീവിക്ക് തലയില്ല, പക്ഷെ പേര് പറയണം. ആമയല്ല. തലയില്ലാത്ത. ജോലിയുണ്ടോ? ടീച്ചറാണ്. അപ്പൊ എന്തായാലും പറയൂ, തലയില്ലാത്ത ജീവി. ആലോചിച്ചെടുക്കുക, ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആരായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ? തലയില്ലാത്ത ഒരു ജീവിയുടെ പേര്. ഒരുപാട് പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞില്ല മോളി ചേച്ചി അല്ലേ? പേരെന്താ? സവിത. ആന്റിയുടെ പേരെന്താ? രമാദേവി. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയാ പർച്ചേസ് ചെയ്ത്? കുറെ പർച്ചേസ് ചെയ്തു. ഇൻസ്കേർട്ട്, സാരി, ബേബിക്കുള്ള ഫ്രോക്ക്. ഇവിടെ തന്നെ എപ്പോഴും വരില്ലേ? യെസ് ഭാരതിൽ തന്നെയാണ്. ഇവിടെയാണ് ഇഷ്ടം അല്ലേ? മണ്ണിരയോ? ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. മധുരാണോ? എവിടെ? ഇങ്ങോട്ട് വരാം. അമ്മ അങ്ങോട്ട് വാങ്ങോടെ. എന്താണ്?
അമ്മയാണ് കൂടുതൽ എസ്പാരത്തിൽ നിന്ന് ആളല്ലേ? അമ്മ പറഞ്ഞിട്ടാണ് മോള് വരുന്നത് എസ്പാരത്തിലേക്ക് അല്ലേ? എപ്പോഴും എസ്പാരത്തിൽ തന്നെയാണോ വരുന്നത്? എത്രയോ കാലങ്ങളായിട്ട് എസ്പാരത്തിൽ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം. ചേച്ചി പേരെന്താ? പേര് പറഞ്ഞു. തലയില്ലാത്തൊരു ജീവിയുടെ പേര് പറയൂ. സമ്മാനം തരും, യെസ് ഭാരത് സമ്മാനം തരും. തലയില്ലാത്തൊരു ജീവി. തലയില്ലാത്ത ജീവി. കുരുടിപ്പാമ്പ്. അറിയാം? ഇല്ല, അമ്മയ്ക്ക് അറിയില്ല. ഓക്കെ. കുസൃതി ചോദ്യത്തിൽ വട്ടം കറക്കണ വേലി. ഇത് വയ്യാവേലി. ചിത്തിര. പേരെന്താ? പേരെന്താ? ഉമേഷ്. ഉമേഷ്. പിന്നെ എവിടെയാ താമസിക്കുന്നത്? ഞാൻ വൈത്തിരി. എവിടെയാ താമസിക്കുന്നത്? തലയില്ലാത്തൊരു ജീവിയുടെ പേര് ഉത്തരം പറയുകയാണെങ്കിൽ യെസ് ഭാരത് ഇപ്പൊ സമ്മാനം തരും. അറിയില്ല. കുസൃതി ചോദ്യം വിത്ത് കുസൃതി ചോദ്യം ആണെങ്കിലും അതൊരു ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിരിക്കും. അറിയോ? 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 ഇല്ല. കുസൃതി ചോദ്യത്തിൽ ഏകദേശം വട്ടം സാമ്യമുള്ള കറക്കണ വേലി. ജീവിയുടെ ഇത് വയ്യാവേലി. മണ്ണിലല്ല. പേര് ബിന്ദു ചേച്ചി. എന്താ സുഖമായിരിക്കുന്നു? എന്തൊരു സങ്കടം പോലെ. യെസ് ഭാരതിൽ വന്നിട്ട് സന്തോഷമല്ലാണ്ട്. ചേച്ചിയുടെ പേര് തുഷാര. തലയില്ലാത്ത ഒരു ജീവിയുടെ പേര് പറഞ്ഞാൽ ഇപ്പൊ യെസ് ഭാരത് ഒരു സമ്മാനം തരും. തലയില്ല ജീവിക്ക് പേരുണ്ട്. ആമയല്ല. അല്ല. ഞാൻ ഇത്രയും പറഞ്ഞു. ഇനി ഞാൻ ക്ലൂ കൊടുക്കുകയാണ്. കുറെ പേര് മണ്ണിര എന്ന് പറഞ്ഞു, പിന്നെ അട്ട എന്ന് പറഞ്ഞു. നമ്മൾ ഇടയ്ക്ക് അതിനെ ഭക്ഷിക്കാറുണ്ട്, ഇടയ്ക്ക് നമ്മളതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ജീവിയാണ്. തലയില്ല. തലയില്ല. ഇതൊരു ചോദ്യം. ഒന്നും കൂടി ഒരു ക്ലൂ തരാം. ഒരു ക്ലൂ തരാം. ഞണ്ട്. ഞണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം തലയില്ലാത്ത ജീവി ഞണ്ടാണ്. കാരണം ഞണ്ടിന് തലയില്ല, തൊണ്ടിനകത്താണ് കണ്ണുമൂക്കൊക്കെ ഉള്ളത്. അപ്പം ഞണ്ട് ശരി ഉത്തരത്തിന് യെസ് ഭാരത് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം ഇപ്പൊ റെഡിയാണ്. ചേച്ചിയുടെ പേരെന്താ? കൃഷ്ണ. എവിടെയാ താമസിക്കുന്നത്? എമിലി, ഭജനാമട എമിലി. ആരാ ഇപ്പൊ ഈ ഞണ്ട് എന്ന് ഉത്തരം പറഞ്ഞു? ഞണ്ട് എങ്ങനെയും കിട്ടിയില്ലേ? ഒരു ക്ലൂ ഞാൻ കൊടുത്തു. ഒരു സമ്മാനം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല. ഈ തലയില്ലാത്തൊരു ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷനാണ്. പക്ഷെ ഞണ്ട്, അതാണ് അതിന്റെ സത്യം. ഞണ്ടിനെന്താ തലയില്ലെന്ന് ചോദിക്കുമ്പം ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഞണ്ടിന് തലയില്ല, പക്ഷെ തൊണ്ടിലാണ് കണ്ണുമൂക്കൊക്കെ ഉള്ളത്. അപ്പൊ യെസ് ഭാരത് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം ചേച്ചിക്ക്. സന്തോഷമായില്ലേ? ഒരു കയ്യടി കൊടുക്കാട്ടോ, ഒരു നല്ല കയ്യടി. ഓക്കെ. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പതിവുപോലെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണാം. അതുവരെ നിങ്ങളോട് വിട പറയുന്നു സ്വന്തം ദിലീഷ് ദേവസി. ഗുഡ് ബൈ.